ഗൈസ്, കുഞ്ഞാപ്പൂസ് വ്ലോഗിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മളിപ്പോ നമ്മുടെ ആദ്യത്തെ പരിപാടി എന്ന് വെച്ചാൽ ഇന്ന് നമ്മൾ പനമ്പള്ളിയിൽ പോയിരുന്നു. നമ്മുടെ കടയുടെ അപ്ഡേറ്റും കാര്യങ്ങളും എടുക്കാൻ പോയിരുന്നു. അപ്പൊ ഇന്ന് നമ്മുടെ കൂട്ടത്തില് 2 ഭായിമാരും കൂടി ഉണ്ട്. നേപ്പാളീസ്. നാം പോലോ എവിടെ നീ? ക്യാമറായി तुम्हारा नाम? Darwin Raut. ओके ओके. From Nepal. ओके. मेरा सब्सक्राइबर को सब्सक्राइब ചെയ്യാൻ പറ. सब्सक्राइब, लाइक, शेयर करने के लिए बोलो. लाइक एंड शेयर एंड सब्सक्राइब कर दो. भाई का YouTube चैनल है. यस. ओके, YouTube चैनल. आप ब्लॉगर है क्या? या. कुन्यापूस ब्लॉग. भाई को सपोर्ट करो, लेकिन हिंदी तो समझते नहीं होगे. हिंदी का कुछ प्रॉब्लम नहीं, हिंदी से बात करो. मेरा हिंदीकार करे ഉണ്ട് है. ओके. अभी हम ड्राइव में जा रहा है, थोड़ा घूमने के लिए जा रहा है ना. हाँ, इसके बाद थोड़ा भी काम है. हाँ, इसलिए उन देने को छुट्टी देने की तैयार करें. ओके बाय. ബൈ ഗൈസ്. അപ്പൊ നമ്മ ഇന്ന് പനമ്പള്ളി പോവാണ്. അപ്പൊ അവിടുത്തെ കാഴ്ചകൾ നമുക്ക് പോണ വഴിയൊക്കെ കാണാം. ഓക്കെ. ഹിന്ദി ഗാന ഗൈസ്. അപ്പൊ നമ്മുടെ ഭായിമാര് നമുക്ക് വേണ്ടി സോറി സുഹൃത്തുക്കൾ ഇതര സംസ്ഥാന സുഹൃത്തുക്കൾ. അതെ, ഇതന്നെ സുഹൃത്തുക്കൾ നമുക്ക് വേണ്ടി പാടാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നമുക്ക് അതിനോട് 2 ഗാനം പാടാൻ പറയാം. ബൈ ഗാവോ ഗാന ഗാവോ. हिंदी गाना. Hey, come on, dude. ये वीडियो पोस्ट तो नहीं करोगे? नहीं. उनसे गाना गाओ ना, है ना तो गाना ही. हाँ, पाड़. देने वाली गाय देना. Ready, 1, 2, 3, start. आधा से गाऊंगा. ओके. दिल के साबे पीर है, वो एक तस्वीर है. मैं कहता हूँ तोड़ दे, कहता हूँ जंजीर है. कोई कच्ची डोर नहीं है, मैं क्या करूँ. कोई अच्छा അടിപൊളി ഗൈസ്. അറിയാലോ ഗായകന്മാരുണ്ട്. അതെ. അപ്പൊ എങ്ങനെയുണ്ട്? എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ, അവന്റെ പാട്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക. പിന്നെ ഇഷ്ടപ്പെട്ടെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ഈ പാട്ട് സെറ്റ് ചെയ്യുന്നതായിരിക്കും. അതെ, അതിന്റെ ഒരു ഗാനം ഇപ്പൊ ഒരു മൂടില്ല, പിന്നെ വീഡിയോ എടുക്കുന്നുണ്ട്. വല്ലാണ്ട് നല്ല മൂഡ്. നാൾക്ക് ശേഷമാണ് കാർ ഓടിക്കുന്നത്. കാറും പാട്ടും കാർ ഓടിക്കണതിനകത്താണ് ഗൈസ്. അതൊക്കെ അതിന്റെ കഥയുണ്ട് ഗൈസ്. നല്ലൊരു ഗായകനാണ്. ഇവിടെ സച്ചു ഒരു പാട്ട് പാടാവോ? രാത്രി നിമിഷങ്ങൾ മാത്രം പാട്ട് പാടും. രാത്രി സമയത്ത് ഫോണുകളിൽ മാത്രം ചിലവർക്ക് മാത്രം പാട്ട് പാടി കൊടുക്കാറ്. ഭയോണേ സോറി, ഞാൻ രോഗങ്ങളെ മാത്രം ചികിത്സിക്കാറ്. മറ്റേത് എനിക്കറിയില്ല. എടാ, നീ കഥ ഇറക്കല്ലേ. സോറി, ഞാൻ ഇൻട്രോവേർട്ടാണ്. അപ്പൊ ഗൈസ്, ഭയം കുറച്ച് കഴിഞ്ഞാൽ പാടാൻ പറഞ്ഞിട്ടുണ്ട്. അതെ. അപ്പൊ നമുക്ക് അന്നേരം കാണാം. പാടൂലേ പ്രേക്ഷകർക്ക് വേണ്ടി? പ്രേക്ഷകർ കമന്റ് ചെയ്യണം. അന്ന് ഓക്കെ. നാളത്തെ വ്ലോഗില് ഭയോൺ പാടണമെങ്കിൽ ഇന്ന് കമന്റ് ചെയ്യുക. കുറച്ച് ഫോട്ടോ കമന്റേഴ്സിനെ കൊണ്ടുവരാം. ഓക്കെ. അച്ഛാ സബ്സ്ക്രൈബ്. എന്താ പറഞ്ഞു? അപ്പൊ കുറച്ച് കണ്ട് കാണണം. നമ്മ പനമ്പള്ളിയിലെത്തിയിട്ടുണ്ട്. പരിപാടി കാര്യങ്ങളൊക്കെ ഉണ്ട്. ഈ ആഴ്ച തന്നെ നമ്മുടെ കടയുടെ ഉദ്ഘാടനം കാര്യങ്ങളൊക്കെ ചെയ്യാനുള്ള പ്ലാനാണ്. അപ്പൊ ഇവിടെ കുറച്ച് ക്ലീനിങ് കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ട്. അതിനു വേണ്ടിയാണ്. ബയോൺ, സേ ഹായ്. ഡോക്ടർ ബയോൺ, ഹായ്. അപ്പം എന്തായാലും പരിപാടികളൊക്കെ ഇവിടെ സ്റ്റാർട്ടാക്കാൻ പോവുകയാണ്. അപ്പോൾ അതിൻ്റെ ഇടയിൽ ചെറിയ അപ്ഡേഷൻ കാര്യങ്ങളൊക്കെ നമ്മൾ കാട്ടാം. ഓക്കെ.
ഗൈസ് ഇന്ന് നമുക്കപ്പോ ഒരു എടാ പോവല്ലേടാ പാടാ എടാ ഗൈസ് നമുക്കൊരു അതിഥി ഉണ്ടെന്ന് മര പറ ഡീറ്റെയിൽസ് പറ. എന്റെ പേര് അജിത്ത്, വരുണ്ട ഫ്രണ്ടാണ്. ആ ജോലി വീട് ഒക്കെ റിനോവേഷൻ പരിപാടികൾ നോക്കാം. റിനോവേഷൻ കട തോന്നിട്ടില്ല. റിനോവേഷൻ എടാ കാര്യങ്ങളൊക്കെ നോക്കിയേ ഉള്ളി ഇപ്പൊ കാര്യങ്ങളൊക്കെ നോക്കിട്ട് വന്നേ പോയിട്ട്. ആ ഇതായിത്ത് ബയോണ്ട വീടിന്റെ അടുത്തുള്ള ഫ്രണ്ടാണ്. പോയി ഇതിന്റെ ഉള്ളില് വീട്ടിൽ നിന്ന് ഇങ്ങനെ ഇറങ്ങണമെന്നുള്ളു. ഇതിന്റെ ഉള്ളില് മുണ്ടും ഗൈസ് അപ്പൊ പരിപാടികളൊക്കെ ഇവിടെ സ്റ്റാർട്ട് ആയിട്ടുണ്ട്. നീ ഫ്ലിപ്പ് അടിച്ചോ? ഇതെന്തുവാടാ? ഇത് പനമ്പള്ളിയില് കട്ട്ലേറ്റിനകത്ത് എന്തോ വെച്ച് വന്നേക്കണ സാധനം. ഔ ഗൈസ് അപ്പൊ ഉള്ളിലൊക്കെ അത്യാവശ്യം ക്ലീനും കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ട്. അത്യാവശ്യം നമുക്ക് ക്ലീൻ ചെയ്ത് സെറ്റാണ്. ഇനി പുറത്തും കൂടി ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പോകാം, വീട്ടിൽ പോകാം. മുതലാളി അതെ ഇത് ഇത്തിരി വെറൈറ്റി ടൈലാണ് ഗൈസ്. അത് ഒന്ന് കഴുകി കഴിയുമ്പോൾ റെഡിയാവും. അച്ഛാ ഗൈസ് അപ്പൊ നമുക്ക് പുതിയൊരു അതിഥിനെ പരിചയപ്പെടാം. ഇത് കേക്കോ? അതിഥി പേര് പറ. അക്ഷയ് ഫ്രം വേർ? मुंबई. काम क्या है? काम इधर സയന്റിസ്റ്റ്. ആ അപ്പൊ നമ്മുടെ ഉത്തുലാസിന്റെ ഒരു ബ്രദറായിട്ട് വരും. സയന്റിസ്റ്റ് ആണ് ആള്. അതെ അതെ. ആ പൊളി ഗൈസ്. എന്റെ അവൻ മുംബൈയിലാണ് ഗൈസ്. അവൻ മുംബൈയിലാണ്. അവൻ വന്നു കഴിഞ്ഞാൽ ഇച്ചിരി വിഷയമാണ് ഇവിടെ. അപ്പൊ അവൻ വന്നെ നമുക്ക് കാത്തിരിക്കും. അപ്പൊ ഗൈസ് നമ്മുടെ ഇവിടുത്തെ ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ജസ്റ്റ് ഞാനുള്ളതൊന്ന് കാണിക്കാം. പൊളി ക്ലീനിങ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇനി എന്തായാലും നമ്മുടെ പരിപാടി എന്ന് വെച്ചാല് നമ്മൾ രാത്രി ഒരു 9:15 സിനിമ ബുക്ക് ചെയ്തിട്ടുണ്ട്. എന്താണ് വാഴ സിനിമ ബുക്ക് ചെയ്തിട്ടുണ്ട്. ഇനി അതിന് പോണതാണ് അടുത്ത പരിപാടി. അപ്പൊ എന്തായാലും നമുക്ക് അത് അങ്ങനത്തെ കാഴ്ച ഇപ്പൊ എല്ലാ കൂട്ടുകാരന്മാരും ഉണ്ട് അല്ലേ? ഓൾമോസ്റ്റ് എല്ലാവരും ഇല്ലേ വാഴക്ക് പോവാൻ? 20 പേരുണ്ട്. അപ്പൊ നമുക്ക് എല്ലാവരെയും കാണാം. എടാ മണ്ട, പാല് നമ്മൾ ഡെയിലി വീട്ടിൽ കുടിക്കുന്നതല്ലേ? 50 പൈസ മതി, അതാണ് വീട്ടിൽ. ഹായ് ഗൈസ്, വാഴ സിനിമ കണ്ട് വളരെയേറെ റിലേറ്റബിൾ ആയിട്ടൊരു മൂവിയാണ് വാഴ. എല്ലാരും പോയി കാണണം. ഒരു 22 പ്ലസ് 22 to 26 ഈ ഒരു ഏജുള്ള വ്യക്തികളെ എല്ലാരും പോയി കാണണം. പിന്നെ അച്ഛന്മാർ, ഡാഡീസ്, എല്ലാവരെയും അച്ഛന്മാരെ കൊണ്ടേ കാട്ടണം. ഉള്ള കാര്യം പറയാലോ, നല്ല രീതിയിൽ റിലേറ്റബിൾ ആവണ ഒരു മൂവിയാണ്. അല്ല അഫ്കോഴ്സ് നമ്മൾ ഇപ്പോഴും നിലവിൽ വാഴയാണ്. പക്ഷെ അതെന്തുകൊണ്ടായി എന്നുള്ളൊരു മൂവി ഒരു കോൺസെപ്റ്റ് അതിൽ അവർ പറയുന്നുണ്ട്.
പിന്നെ ഉള്ള കേസ് എന്ന് വെച്ചാല് നമ്മ സത്യം പറഞ്ഞാൽ നമുക്ക് രക്ഷപ്പെടണം. ഈവൻ ഞാൻ ഈ വീഡിയോ എടുക്കുമ്പോൾ പോലും എനിക്കൊരു കോമായിട്ട് ഒരു കാര്യം ഇഷ്ടപ്പെട്ടു. എന്താ വെച്ചാല് നമ്മുടെ അച്ഛന്മാരറിയും എനിക്കും ആവാൻ പറ്റിയില്ല, നിങ്ങളെങ്കിലും അങ്ങനെ അതെ നമ്മുടെ എല്ലാരും ഡാഡി പറയുന്നൊരു കാര്യമാണ്. ഈവൻ ഞാൻ ഈ വീഡിയോ എടുക്കുമ്പോൾ പോലും ഞാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം വെച്ചാൽ രക്ഷപ്പെടും, എങ്ങനെയെങ്കിലും രക്ഷപ്പെടും എന്നുള്ളൊരു മൂഡിലാണ് ഞാൻ ഈ വീഡിയോ എടുക്കാൻ. ഹരിക്കോട്ട നീ എന്റെ സൈഡിലിരുന്നവരാണ്. അപ്പൊ അത്രേ ഉള്ളൂ. അതാണ് നമുക്ക് എല്ലാവർക്കും രക്ഷപ്പെടുന്നുള്ളൊരു മൈൻഡ് സെറ്റ് നമ്മുടെ എല്ലാവരുടെയും ഇതില് വെക്കാം. എന്താ പറയാ, എല്ലാരും പോയി കാണാട്ടോ. നൈസ് മൂവിയാണ് ഉള്ള, ഞാൻ പറയാല്ല. നമുക്ക് ഈ ഒരു ജനറേഷനിൽ കാണാൻ പറ്റിയ ഒരു കിടില മൂവി, ഒന്നും പറയാനില്ല. എല്ലാരും പോയി കാണാം. കണ്ടവർ കമന്റ് അടിക്കുക. എങ്ങനെയാണ് അവരുടെ എല്ലാവർക്കും പല വ്യത്യസ്ത സംഭവങ്ങളായിരിക്കും. എനിക്കൊക്കെ എന്തായാലും റിലേറ്റബിൾ ആയിട്ടുള്ള സംഭവം നമുക്ക് എല്ലാവർക്കും. ഞാൻ പറയാല്ല, എന്റെ കൂട്ടത്തില് ഒരു മിക്ക പേർക്കും ഞാൻ പഠിച്ചിട്ടോ ബയോ ഡോക്ടറാണ്, സയന്റിസ്റ്റ് അല്ല, അവർക്ക് റിലേറ്റബിൾ അല്ല. ബാക്കി എല്ലാവർക്കും റിലേറ്റബിൾ ആയിട്ടുള്ള ഒരു മൂവിയാണ്. എല്ലാരും പോയി കാണുക. മുത്തേ ഞാൻ കാര്യം പറഞ്ഞോട്ടോ ബയോഞ്ചി, ഞാൻ ഈ വ്ളോഗിൽ നിന്നെ ഞാൻ ഒരു സയന്റിസ്റ്റ് ഡോക്ടറായിട്ടാണ് കണ്ടേക്കണത്. അത് നീ തെറ്റിക്കരുത് ഗൈസ്. അവനോ ഡോക്ടറാണ്, അത് പറയാം. അവന് വേറെ കുഴപ്പമൊന്നുമില്ല, അതൊക്കെ. അപ്പൊ എന്താ പറയാ, എല്ലാരും പോയി വാഴ സിനിമ കാണുക, അടിച്ചു പൊളിക്കുക, അത്രയും പറയാനുള്ളൂ. അപ്പൊ നമ്മുടെ ഇന്നത്തെ ഈ ഒരു ചെറിയ വ്ളോഗ് അവസാനിക്കുകയാണ്. അപ്പൊ നല്ലൊരു വ്ളോഗിനായി നാളെ വരാം. അപ്പൊ എല്ലാരും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ബെല്ലൈക്കൺ ചെയ്യുക. ശുഭനിദ്ര, സുഖനിദ്ര, ഗുഡ് നൈറ്റ്.